ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ഒക്ടോബർ 31 പല സിനിമകളും റിലീസായിരിക്കുന്നു. ഒപ്പം കേരള ബോക്സ് ഓഫീസിൽ ഓടുന്ന ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായി നമ്മൾ വന്നിരിക്കുന്നു. അതിന് മുന്നോടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയോടെ ചെയ്യുകയാണ്. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 70,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കാം. ഇന്ന് നമുക്ക് ആദ്യം പുതിയ ഒരു ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക്, അതെ, ബാഹുബലി എന്നുള്ള ചിത്രം ദ എപ്പിക് 3 മണിക്കൂറും 45 മിനിറ്റുമുള്ള ചിത്രം ഇന്ന് റിലീസായിരിക്കുന്നു, അല്ലെങ്കിൽ റിലീസായിരിക്കുന്നു എന്ന് തന്നെ പറയാം. ആദ്യ ഭാഗവും രണ്ടാം ഭാഗവും ഒരുമിച്ച് SS രാജമൗലി ഡയറക്റ്റ് ചെയ്ത പ്രഭാസും റാണ രഘുപതിയും അനുഷ്ക ഷെട്ടിയും ഒക്കെ നിറഞ്ഞാടിയ 1000 കോടിക്ക് മുകളിൽ നേടിയ ചിത്രം, അല്ലെങ്കിൽ 2000 കോടിക്ക് അടുത്ത് നേടിയ ചിത്രത്തിൻ്റെ ഇന്നത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ 297 ഷോകളിൽ നിന്ന് 15,800ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 22% ഒക്യുപ്പൻസിയിൽ സിനിമ നേടിയത് 26,73,000 രൂപയാണ്. അത് ഒരു റെക്കോർഡ് തന്നെയാണ്. ഏകദേശം 40 ലക്ഷം രൂപയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നേടുന്നു. അത്രത്തോളം ബാഹുബലിക്ക് ഇവിടെ ഒരു ഗ്രിപ്പുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ബാക്കിയുള്ള കളക്ഷൻ റിപ്പോർട്ടുകളെ നമുക്ക് പിന്നീട് വരാം. ഇനി പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന ചിത്രം ഇന്നും മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. 16ാം ദിനമാണ് സിനിമയ്ക്ക്. 298ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടത്. 7,500ഓളം ടിക്കറ്റുകൾ ഇന്ന് വിറ്റുപോയപ്പോൾ 13% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 13 ലക്ഷം രൂപയോളമാണ്. അതായത് ഇന്നലെ 16 ലക്ഷം രൂപയും അതിന് മുമ്പത്തെ ദിവസങ്ങളിൽ 20 ലക്ഷം രൂപയൊക്കെ നേടിയ സിനിമയ്ക്ക് ഇന്ന് 13 ലക്ഷം രൂപയെ നേടാൻ കഴിഞ്ഞുള്ളൂ. അതായത് ഏകദേശം ഒരു 18 ലക്ഷം രൂപ 19 ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്ന് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. പുതിയ റിലീസുകൾ ഉണ്ടായിട്ട് പോലും, വമ്പൻ റിലീസുകളാണെങ്കിൽ പോലും സിനിമ സ്റ്റഡിയായി പോകുന്നു. 8 കോടി 21 ലക്ഷം രൂപയാണ് ട്രാക്കിങ്ങിലൂടെ ഈ ഒരു സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. അതായത് 10 കോടി കടന്നിരിക്കുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 15 കോടിക്ക് മുകളിൽ എത്തിയിട്ടുണ്ടാകാം എന്നേ നമുക്ക് പറയാൻ കഴിയുന്നുള്ളൂ. കാരണം ഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. കേരള ബോക്സ് ഓഫീസിൽ സ്റ്റഡി ആയിട്ട് തന്നെ പോകുന്നു. 5 ലക്ഷം ടിക്കറ്റുകളാണ് സിനിമയുടെ ഇതായി വിറ്റുപോയിരിക്കുന്നത്. ഇതിനോടകം തന്നെ 10,000 ഷോയിലേക്ക് സിനിമ അടുക്കുകയൂടെ ചെയ്യാണ്. എന്തായാലും മികച്ച രീതിയിലുള്ള ബുക്കിംഗായി സിനിമ ശനി ഞായർ ദിനങ്ങളിലും മുന്നോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കാരണം അത് തന്നെയാണ് ഇന്ന് ഈ ഒരു സിനിമ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഏറ്റവും പുതിയ ചിത്രമായ നമുക്ക് പ്രണവ് മോഹൻലാൽ ചിത്രം ഡയസ് ഈറയുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ട് നമുക്ക് കടന്നു വരാം. ഫൈനലായിട്ട് ഇന്നത്തെ ദിനം സിനിമയ്ക്ക് 1,322 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടു. 2,12,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി. തിയേറ്റർ ഒക്യുപ്പൻസി 54%. 3,44,58,000 രൂപയോളമാണ് സിനിമയ്ക്ക് ട്രാക്ഡ് കളക്ഷൻസായി ഇന്ന് വന്നത്. അതായത് ഇന്ന് സിനിമയ്ക്ക് ഏകദേശം 4 കോടിയോളം, അല്ലെങ്കിൽ 3,80,00,000 രൂപയ്ക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ സിനിമയ്ക്ക് 80 ലക്ഷം രൂപ തൊട്ട് 90 ലക്ഷം രൂപ വരെയാണ് പ്രീമിയർ ഷോയിലേക്ക് ലഭിച്ചത്. ട്രാക്കിങ്ങിലൂടെ 4,21,00,000 രൂപ നേടിയ ചിത്രം ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു 5 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കടന്നിരിക്കുന്നു. മികച്ച അഭിപ്രായത്തോടെ തന്നെ സിനിമ കുതിക്കുകയാണ്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 8 കോടിക്കടുത്ത് നേടിയിട്ടുണ്ടാകാം. ഇനി ബാൾട്ടിയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ. ബാൾട്ടി ഫൈനൽ റണ്ണിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. 36ാം ദിനത്തിലും സിനിമയ്ക്ക് 9ഓളം ഷോകളിൽ നിന്ന് 400-നടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് 80,000 രൂപയോളമാണ് ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത്. ഇന്നലെ സമാനമായ രീതിയിൽ 79,000 രൂപയോളമാണ് വന്നിരുന്നത്. സിനിമ 7,81,00,000 രൂപയോളമാണ് ട്രാക്കിങ്ങിലൂടെ മാത്രമായി വന്നത്. അതായത് സിനിമ 9.5 കോടിയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. 14 കോടിയോളമാണ് സിനിമയുടെ വേൾഡ് വൈഡ് ആയിട്ട് നേടിയിരിക്കുന്നത്. എന്താണല്ലോ ഫൈനൽ റണ്ണിലേക്ക് നമ്മൾ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് പ്രതീക്ഷിച്ച സിനിമ ഇത്ര ലോങ് റണ്ണിലേക്ക് പോവുകയാണ്. എന്തായാലും ഇത്രയും വലിയ റിലീസുകളുണ്ടെങ്കിലും ഈ സിനിമയ്ക്കും ആരാധകർ നമുക്ക് നന്നായി കാണാൻ കഴിയുന്നു എന്നുള്ള ശനി ഞായർ ദിനങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് 1.5 ലക്ഷം തൊട്ട് 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷൻ വരികയെന്നും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 10 കോടി ടച്ച് ചെയ്യുമെന്നുള്ളതും. ഇനി ഡ്യൂഡ് എന്ന അന്യഭാഷാ ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്കും നമുക്ക് ഒന്ന് നോക്കാം. ഡ്യൂഡിന് ഇന്ന് 15ാം ദിനമാണ്. 33ഓളം ഷോകൾ. കഴിഞ്ഞ ദിവസത്തെ വെച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഇടിവാണ് ഷോ കൗണ്ടുകളിൽ തന്നെ വന്നിരിക്കുന്നത്. പുതിയ റിലീസുകൾ കാരണമാണ്. 530ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് 1,02,000 രൂപയോളമാണ് വന്നിരിക്കുന്നത്. ഇന്നലെ ഇതേ സമയത്ത്, അല്ലെങ്കിൽ ഫൈനൽ കളക്ഷനായി വന്നത് 6 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. പുതിയ റിലീസുകൾ കാര്യമായി ബാധിച്ച ഒരു ചിത്രമായി മാറുന്നു. 3,36,00,000 രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്ഡ് കളക്ഷനിലൂടെ നേടിയിരിക്കുന്നത്. അതായത് 3,80,00,000 രൂപയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നും വേൾഡ് വൈഡ് ആയിട്ട് 175 കോടി 200 കോടിയിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ള വാർത്തകളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രദീപിൻ്റെ 3ാമത്തെ അല്ലെങ്കിൽ ഹാട്രിക് തേർഡ് സിനിമ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. കീർത്തീശ്വരൻ സംവിധാനം ചെയ്ത ചിത്രം വമ്പൻ ബ്ലോക്ക് ബസ്റ്ററായി മാറിയിരിക്കുകയാണ്. കാന്താര ചാപ്റ്റർ 1 ഇവിടെ ഫൈനൽ റണ്ണിലേക്ക് പോകുന്ന മറ്റൊരു ചിത്രമായി മാറുന്നു. നമുക്കറിയാം OTTയിലേക്ക് സിനിമ എത്തുന്നു.
ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു 70ഓളം ഷോകൾ ഗണ്യമായ ഷോ കൗണ്ടുകൾ കുറയുന്നു. 2300ഓളം ടിക്കറ്റുകൾ വിറ്റുപോകുന്നു. സിനിമയ്ക്ക് 3,53,000 രൂപയോളമാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് ഏറെക്കുറെ 5 ലക്ഷം രൂപയോളം. ഇന്നലെ സിനിമയ്ക്ക് 10 ലക്ഷം രൂപയായിരുന്നു. അതാണ് ഏറ്റവും കുറഞ്ഞ കളക്ഷനായി സിനിമയ്ക്ക് ഇതുവരെ വന്നത്. അതിനു മുമ്പൊക്കെ 15, 17 അങ്ങനെ പോകുന്ന കളക്ഷനായിരുന്നു. എന്നാലും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്കിങ്ങിലൂടെ മാത്രം 50,72,000 രൂപ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. അതായത് 58 ലക്ഷം രൂപയ്ക്ക് അടുത്തേക്ക് സിനിമ 57 ലക്ഷം രൂപയിലാണ് സിനിമ നിൽക്കുന്നത്. 58 ലക്ഷം രൂപയ്ക്ക് അടുത്തേക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 900 കോടിയിലേക്ക് അടുത്തേക്ക് സിനിമ വേൾഡ് വൈഡ് ആയിട്ടും എത്തിയിരിക്കുന്നു. ഒഫീഷ്യൽ സ്ഥിരീകരണങ്ങൾ വന്നിട്ടില്ല. എന്തായാലും OTTയിലും വിപ്ലവകരമായ ഒരു ചിത്രമായി മാറും. കാരണം അത്രത്തോളം പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് കാന്താര 1 എന്ന ചിത്രം. എത്രത്തോളം നമ്മളെ ത്രസിപ്പിച്ചു, അതിൻ്റെ മുകളിൽ തന്നെയാണ് കാന്താര 2 നിൽക്കുന്നത്. മാത്യു തോമസിൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് നൈറ്റ് റൈഡേഴ്സ്. നൈറ്റ് റൈഡേഴ്സ് ഇറങ്ങി 8 ദിനങ്ങൾ പിന്നിടുമ്പോൾ 332 ഷോകളിൽ നിന്ന് 7500ഓളം ടിക്കറ്റുകൾ സിനിമയ്ക്ക് ഇന്ന് ഈ ഒരു വെള്ളിയാഴ്ച വിറ്റുപോയിരിക്കുന്നു. 13 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് കളക്ഷൻ വന്നത്. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച സിനിമയ്ക്ക് 13.5 ലക്ഷം രൂപയാണ് വന്നത്. സമാനമായ രീതിയിൽ തന്നെയുള്ള കളക്ഷനാണ് 2,60,00,000 രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. അതായത് 3 കോടി സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നു. ഒരു സൈലൻറ്റ് ഹിറ്റായി സിനിമ കുതിച്ച് ഉയരുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. എന്തായാലും പുതിയ ചിത്രങ്ങൾ, പ്രത്യേകിച്ച് ഡയസീറ പോലെയുള്ള വമ്പൻ ചിത്രങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഇടിവുണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നെങ്കിൽ പോലും മികച്ച രീതിയിൽ തന്നെ സിനിമ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നു. എന്തായാലും അടുത്ത ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. വിഷ്ണു വിശാൽ അഭിനയിക്കുന്ന ആര്യൻ എന്ന ചിത്രത്തിൻ്റെ റിലീസായിരുന്നു ഇന്ന്. കേരള ബോക്സ് ഓഫീസിൽ 287ഓളം ഷോകളിൽ നിന്ന് 5,300 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 8,12,000 രൂപയോളമാണ്. പ്രവീൺ കെ ഡയറക്റ്റ് ചെയ്ത ഈ ഒരു ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിനത്തിൽ മിന്നുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതായത് 10 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം. മികച്ച അഭിപ്രായത്തോടു കൂടി തന്നെ സിനിമ വേൾഡ് വൈഡായിട്ട് റൺ ചെയ്യുന്നു. അതിൻ്റെ മറ്റ് അപ്ഡേറ്റുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. എന്തായാലും കേരള ബോക്സ് ഓഫീസിൽ തുടക്കം ഗംഭീരമാക്കി സിനിമ പോകുന്നു. ശനി ഞായർ ദിനങ്ങളിൽ ഇതിന് മുകളിലേക്കുള്ള കളക്ഷൻ വരുമെന്നുള്ള പ്രതീക്ഷയുമാണ്. ലോകയ്ക്ക് ഇത് 65ാം ദിനമാണ്. ഇന്ന് സിനിമ OTTയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഷോ കൗണ്ടുകൾ വലിയ രീതിയിൽ കുറയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. 12ഓളം ഷോകൾ മാത്രമാണ് സിനിമയുടെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 200ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 27,000 രൂപയോളം മാത്രമാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. അതായത് 111 കോടി 31 ലക്ഷം രൂപ ട്രാക്കിങ്ങിലൂടെ വന്നു. 123 കോടി 50 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസും 303 കോടി 30 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് വേൾഡ് വൈഡ് ആയിട്ടും സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. എന്തായാലും നമ്മൾ 111 കോടി 50 ലക്ഷം രൂപയിലേക്ക് സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നു ട്രാക്കിങ്ങിലൂടെ. എന്തായാലും മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയമായി മാറിയിരിക്കുന്നു ഈ ഒരു ചിത്രം. അടുത്ത പാർട്ടിന് വേണ്ടി ഓരോ വ്യക്തികളും കാത്തിരിക്കുക കൂടെ ചെയ്യുന്ന ചിത്രമായി മാറുകയാണ് ഈ ഒരു സിനിമ. പാതിരാത്രി കേരള ബോക്സ് ഓഫീസിൽ 15ാം ദിനം ഓടിക്കൊണ്ടിരിക്കുന്നു. സിനിമയ്ക്ക് 30ഓളം ഷോകളാണ് ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 500ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയതായി ട്രാക്കിംഗ് പറയുന്നത്. 73,000 രൂപയോളമായി ഇടിവാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. നാളെ മികച്ച രീതിയിലുള്ള കളക്ഷനിലേക്ക് സിനിമ തിരിച്ചു കയറുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇന്ന് കൂടുതൽ റിലീസുകൾ ഉള്ളതുകൊണ്ട് തന്നെ ആണ് ഈ ഒരു സിനിമ ബാഹുബലി, അതേപോലെ ഡയസീറെ, അതുകൂടാതെ ആര്യൻ തുടങ്ങിയ ചിത്രങ്ങളെല്ലാം വന്നുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ഗണ്യമായ രീതിയിലുള്ള ഷോ കൗണ്ടുകൾ കുറയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. എന്തായാലും 2 കോടി 7 ലക്ഷം രൂപയാണ് ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത്. അതായത് 2.5 കോടിക്ക് മുകളിൽ സിനിമ നേടിയിരിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.